പീതാംബരം കരവിരാജിതശം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീരാധേശ്യാം. ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം, ആ വാമനമൂർത്തിയുടെ സന്നിധിയിൽ ശ്രീകൃഷ്ണ അവതാര കഥകളെ ഇന്നലെ വൈകുന്നേരം അനുസ്മരിച്ചു. ആ ഉണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ടാണ് എല്ലാവരും സപ്താഹവേദിയിൽ നിന്നും പോണത്. 5-ാം ദിവസം രാവിലെ ആകുമ്പോഴേക്കും രാത്രി ജനിച്ച ഭഗവാൻ അമ്പാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ അവതാര കഥകളിൽ, ശ്രീകൃഷ്ണാവതാരത്തിൽ ഭക്തന്മാർ പറയാറുണ്ട് ഭഗവാൻ ഒരിടത്തും സ്ഥിരമായിട്ട് നിൽക്കാത്തയാളാണ് അത്രേ. അതുപോലെ തന്നെയാണ് മഹാലക്ഷ്മിയും, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല അത്രേ. ഭഗവാൻ ഇങ്ങനെ ഓരോ ദിക്കിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാലക്ഷ്മി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ വ്യത്യാസം എന്താ വെച്ചാൽ, ഭഗവാൻ ഭക്തന്മാരുടെ അടുത്തൊക്കെയാണ് സഞ്ചരിക്കുക എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ഭക്തിയുള്ളവരുടെ അടുത്തേക്ക് അങ്ങനെ പോവാറില്ല. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്, കാശ്. മഹാഭക്തന്മാരുടെ അടുത്ത് വലിയ കാശൊന്നും ഉണ്ടാവാറില്ല. കാരണം അവർക്ക് ഏറ്റവും വലിയ സമ്പത്ത് ആ ഭഗവാന്റെ സാന്നിധ്യമാണ്. എന്നാൽ ഭക്തന്മാർക്ക് ആവശ്യത്തിന് മുട്ടൊന്നും വരില്ല. അവർക്കൊരാവശ്യം വരുമ്പോഴേക്കും മഹാലക്ഷ്മി അവിടെ എത്തിയിട്ടുണ്ടാവും. ആവശ്യത്തിനുണ്ടാവും, കുറേയൊന്നും ഉണ്ടാവില്ല. എന്നാൽ സമ്പത്ത് കൂടുതൽ വരുന്നത് നമ്മുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറേ ചിന്തിച്ചോളൂ, ഭക്തി കുറഞ്ഞു വരികയാണ്. കാരണം എന്താ വെച്ചാൽ, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ എന്തിലാവും? ആ കാശ് എങ്ങനെ ചെലവാക്കണം എന്നാവില്ലേ? മധുരയില് ജയിലിലാണ് ഭഗവാൻ ജനിച്ചത്. അവിടുന്ന് ജനിച്ച ഭഗവാൻ ജനിച്ച അന്ന് തന്നെ യാത്ര തുടങ്ങി. അന്ന് രാത്രി തന്നെ, ജനിച്ച അന്ന് തന്നെ കുട്ടിയെയും കൊണ്ട് നമ്മൾ എവിടേക്കെങ്കിലും പോകാറുണ്ടോ? ആശുപത്രിയിൽ നിന്നാണെങ്കിൽ തന്നെ അന്ന് പോകാറില്ല അല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ട് പോകാറുള്ളൂ. ഇത് ജനിച്ച ഉടനെ തന്നെ. അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാൻ പറഞ്ഞതാണ്, എന്നെ എടുത്ത് അമ്പാടിയിൽ കൊണ്ട് കിടത്തിക്കോളൂ, എന്നെ വളർത്താനായിട്ടൊരു അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. ആ നന്ദഗോപരുടെ അടുത്ത് വസുദേവർ കൊണ്ടുപോയി കണ്ണനെ കിടത്തി തിരിച്ച് വരുന്നതോടുകൂടി കൃഷ്ണാവതാരാധ്യായം പൂർത്തിയാവുകയാണ്. അതിനുശേഷം കംസന്റെ കാവൽക്കാരെല്ലാവരും രാവിലെ ഉണരുമ്പോ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുക. തതോ ബാലധ്വനിം ശ്രുത്വ ഗൃഹപാല സമുദ്ധിതാം. അവർ ഉണരുമ്പോ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയല്ല, പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് അവർ ഉണരുക. ഉണർന്നപ്പോ അവരെന്ത് ചെയ്തു? ദേവകി പ്രസവിച്ചു എന്ന് പറഞ്ഞ് കംസനെ വിവരമറിയിച്ചു. കംസൻ കാലോയമതി വിഹുല, എന്റെ കാലം വന്നിട്ടുണ്ട്. 8ാമത്തെ ഗർഭം അന്തകനാവുന്നാണ് അന്ന് അശരീരി ഉണ്ടായത്. ഓരോ ഗർഭം ഉണ്ടാകുമ്പോഴും ഇതല്ല എന്ന് വിചാരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് നാരദ മഹർഷി വന്നിട്ട് ദേവകിയുടെ പുത്രന്മാരാരോ അങ്ങയെ കൊല്ലുംല്ലേ എന്ന് ചോദിച്ച് ചെറിയൊരു പരിഭ്രമം ഉണ്ടാക്കി. അപ്പൊ ദേവകിയുടെ ഏതോ ഒരു പുത്രൻ എന്ന് പറഞ്ഞപ്പോ അല്ലെ, ഏതോ ഒരു പുത്രൻ തന്നെയല്ലേ 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഏതോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏതോ എന്ന് ചേർത്തപ്പോഴേക്കും ഇപ്പൊ ഏതാണെന്ന് സംശയമായിട്ടാണ് ബാക്കി ഓരോ കുട്ടികളെയും കൊന്നത്. 6 കുട്ടികളെ കൊന്നു. 7ാമത്തെ കുട്ടിയെ കൊല്ലാൻ പറ്റിയില്ല. 7ാം മാസം തന്നെ ഗർഭം കാണാനില്ലേണ്ടിയായി. 8ാമത് ഈ കുട്ടി ഉണ്ടായപ്പോൾ തീർച്ചയാണ് ഇത് തന്നെയാണ് കാലോയം, എന്റെ കാലം ഇത് തന്നെയാണ്. കാരണം ബാക്കിയുള്ള 7 ഗർഭത്തിലുള്ളവരും അല്ല. ജയില് ചവിട്ടി തുറന്ന് കുട്ടിയെ കൂടെ കാലിൽ പിടിച്ച് പാറയിലടിച്ച് കൊല്ലാൻ നോക്കുമ്പോ ദേവകി പറയാ, ഏട്ടാ ഇത് പെൺകുട്ടിയാണ്, അങ്ങയെ കൊല്ലുവൊന്നുമില്ല. കംസന നവമസ്കന്ധത്തിന്റെ ആദ്യത്തെ അധ്യായത്തില് 1 മാസം ആണും 1 മാസം പെണ്ണും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരാളുടെ കഥ പറയുന്നുണ്ട്. ഇള എന്ന പെൺകുട്ടിയായിട്ട് ജനിച്ചു. വസിഷ്ഠ മഹർഷി സുദ്യുമ്നൻ എന്ന ആണാക്കി മാറ്റി. പിന്നെ 1 മാസം ആണും 1 മാസം പെണ്ണും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരാളുടെ കഥ. അപ്പൊ ചിലപ്പോ ഇപ്പൊ ജനിച്ചപ്പോ പെണ്ണാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നീട് ആണായി വന്ന് എന്നെ കൊല്ലാനിടയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ നിശ്ചയില്ല. പിന്നെ ശ്രീ ശുഖബ്രഹ്മർഷി ചോദിക്കുക, സ്വാർത്ഥോ അന്മൂലിത സൗഹൃദ. ഈ സ്വാർത്ഥം, സ്വന്തം കാര്യം മാത്രമുള്ളവർക്ക് എവിടെ സൗഹൃദം ഉണ്ടാവുക? അവർക്ക് ചെറിയ കുട്ടിയോട് വന്നോ പെങ്ങളുടെ കുട്ടിയോട് വന്നോ ആ വക വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കാലിൽ പിടിച്ച് കൊല്ലാൻ നോക്കുമ്പോ അത് സാക്ഷാൽ യശോദാപുത്രിയായിട്ട് അവതരിച്ച ഭഗവതിയായിരുന്നു. ആ ഭഗവതിയുടെ കാലിൽ പിടിച്ച് കൊല്ലാൻ നോക്കുമ്പോ എല്ലാവരെയും രക്ഷിക്കുന്നയാളാണ് അമ്മ അല്ലെ? അമ്മയല്ലേ രക്ഷിക്കുക, ലോകമാതാവ്. അങ്ങനെയുള്ള ഭഗവതിയെ ശിക്ഷിക്കാനായിട്ട് കൊല്ലാൻ നോക്കുക. ആ ദേവി കംസന്റെ തലയിൽ ചവിട്ടി 8 കൈകളോടുകൂടി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കിമ്മയാഹതയാ മന്ദ ജാതഘൃതവാന്തകൃത. ഹേ മന്ദബുദ്ധിയായിട്ടുള്ളവനെ, നീ എന്തിനാണ് പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു? ഈ സ്ത്രീകളില് എന്തിനാ ഈ പരാക്രമം കാണിക്കണത്? എന്തിനാ ഈ ദേവകി ദേവിയെ വിഷമിപ്പിക്കണത്?
എന്തിനാണ് ഒരു പെൺകുട്ടിയായിട്ട് എന്നെ കൊല്ലാൻ നോക്കണത്? തവ അന്തകൻ ഭൂമി തലേ ജനിച്ചു ജാതഘൃ തവ അന്തകൻ, നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മരണം ഉണ്ടാവാട്ടോ, തെരഞ്ഞു കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് ദേവി പ്രകൃതിയിലേക്ക് എവിടെയൊക്കെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടോ അമ്മയായിട്ട് മാറി. കംസൻ മന്ത്രിസഭ വിളിച്ചു കൂട്ടി. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ ഗർഭം എന്റെ അന്തകനാവും എന്ന് പറഞ്ഞു. 8ാമത് വന്ന കുട്ടി പറഞ്ഞു ഞാനല്ല, കൊല്ലുക. എന്നാ ജനിച്ചിട്ടുമുണ്ട്. ദൈവമപ്പി അനൃതം വക്തി, ഈ ദേവന്മാര് കള്ളം പറയൂലേ? എന്താ പറ്റ ദേവന്മാർ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഒരു അശരീരി? ഇനി പറഞ്ഞ ആളോട് ചെന്ന് ചോദിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരാ പറഞ്ഞതെന്ന് അറിയില്ല. അശരീരിയാണ്, ശരീരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആരാ പറഞ്ഞതെന്ന് അറിയില്ല. നിങ്ങളല്ലേ പറഞ്ഞത് ദേവിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലുന്ന 8ാമത്തെ കുട്ടി പറഞ്ഞല്ലോ എന്ന് ചോദിക്കാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നിന്റെ അന്തകൻ ജനിച്ചു എന്ന് പറഞ്ഞത് ആരാ? ഭഗവതിയാ. ഭഗവതി ദർശനം കൊടുത്തിട്ടാണ് പറഞ്ഞത്, പ്രത്യക്ഷമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആര് പറഞ്ഞു ചോദിച്ചാൽ ഭഗവതി പറഞ്ഞു എന്ന് തെളിവുണ്ട്. അപ്പൊ ഭഗവതി പറഞ്ഞത് വെറുതെ ആവില്ല. കംസന ഭഗവതിയിൽ വിശ്വാസം വന്നു. കുറച്ചു നേരം അമ്മയുടെ കാല് പിടിച്ചാൽ വേഗം ദേവകി വസുദേവന്മാരെയൊക്കെ മോചിപ്പിച്ചു. അവരെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു. നിങ്ങളുടെ കുട്ടി എന്നെ കൊല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ പീഡിപ്പിച്ചത്. നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, എൻ്റെ അന്തകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുട്ടികളൊന്നുമല്ല, എന്നെ കൊല്ലുക അത്രേ. ഭഗവതിയായിരുന്നു ഇപ്പൊ പ്രസവിച്ചതായിട്ടുള്ള പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു. ഒരു പെൺകുട്ടിയെങ്കിലും വളർത്താൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടായിരുന്ന ദേവകിക്ക് ഭഗവാൻ പിന്നെ ഒരു പെൺകുട്ടിയെ കൊടുത്തു. അതാണ് സുഭദ്ര. ദേവകി വസുദേവന്മാരുടെ 9ാമത്തെ കുട്ടിയായിട്ട് സുഭദ്ര ഉണ്ടായി എന്ന് കാണാം. കംസൻ പറഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലാനാ എന്ന് പറഞ്ഞ് കംസന്റെ കിങ്കരന്മാരായിട്ടുള്ള പൂതന തുടങ്ങിയിട്ടുള്ള അസുരന്മാരെ ഓരോരുത്തരെയും പറഞ്ഞയച്ചു അടുത്ത കാലത്ത് ജനിച്ച കുട്ടികളെയൊക്കെ കൊല്ലാനായിട്ട്. ആദ്യമായിട്ട് പൂതന ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നെ സൽക്കർമ്മങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കുക, സജ്ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുക. മൂലം ഹി വിഷ്ണുർദേവാനം എത്ര ധർമ്മ സനാതന തസ്യ ബ്രഹ്മഗോവിപ്ര തപോയജ്ഞാസ ദക്ഷിണ. വിഷ്ണുവിന് ചൈതന്യം ഉണ്ടാക്കുന്നത് സൽക്കർമ്മങ്ങളാണ് എന്ന് പറയുക. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ഓരോന്നും ഇല്ലാണ്ടാക്കാനായിട്ട് നോക്കാന്ന് പറയുക. എന്തൊക്കെയാ? ബ്രഹ്മ ഗോ വിപ്ര തപോ യജ്ഞാസ ദക്ഷിണ. ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മങ്ങൾ, ഗായത്രി ജപം, സന്ധ്യാവന്തനാദികള്, അവരുടെ തേവാരം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഒക്കെ ലോകത്ത് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ടാ. ഒരു ബ്രാഹ്മണനും ഗായത്രി ജപിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടല്ല. ഗായത്രി ജപിച്ചാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഗുണം കിട്ടുമൊന്നുമില്ല. അത് ആർക്ക് വേണ്ടിയിട്ടാ? ലോകത്തിന് വേണ്ടിയിട്ടാ. ബ്രാഹ്മണർ ചെയ്യുന്ന സന്ധ്യാവന്തനങ്ങളിൽ അവസാനം ഒരു 108 നമശിവായും 108 ഓം നമോ നാരായണയും ജപിക്കുന്നുണ്ട്. പഞ്ചാക്ഷരം അഷ്ടാക്ഷരം. അതിന്റെ പുണ്യം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ബാക്കി ജപിക്കുന്ന ഓരോ മന്ത്രത്തിന്റെയും പുണ്യം ലോകത്തിന് വിഭജിച്ചു കൊടുക്കുക ചെയ്യുക. ഒരു ബ്രാഹ്മണൻ മണ്ഡപത്തിൽ കയറിയിരുന്നിട്ട് അവിടെ നിന്ന് നാമം ജപിച്ചു വെച്ചാൽ, മണ്ഡപത്തിൽ കയറിയിരുന്ന മന്ത്രം ജപിച്ചാൽ അതിന്റെ ചൈതന്യം മുഴുവൻ ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ ബിംബത്തിലേക്കാണ് ആ ചൈതന്യം പോവുക. ഏതെങ്കിലും നമ്പൂരിമാര് മണ്ഡപത്തിൽ കയറി ജപിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അവർക്കൊന്നും കിട്ടില്ല. മണ്ഡപത്തിൽ കയറുന്ന ജപിച്ചാൽ ഓരോ മന്ത്രത്തിന്റെ പോലും പുണ്യം അവർക്ക് കിട്ടില്ല. ആർക്കാ? ശ്രീകോവിലേക്ക്. ആ ശ്രീകോവിലിൽ വന്ന് തൊഴുന്ന ഓരോരുത്തരിലേക്കും ഈ ജപിക്കുന്ന ആളും ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി തൊഴുമ്പോ അത് കിട്ടും. അതാണ് ബ്രാഹ്മണരുടെ കർമ്മത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് കംസൻ എന്ത് പറഞ്ഞു? ബ്രാഹ്മണരുടെ സന്ധ്യാവന്തനാദി കാര്യങ്ങളൊക്കെ മുടക്കുക. കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നില്ലേ? നമ്പൂരിമാരോടൊക്കെ പുണൂല് ഉപേക്ഷിക്കൂ, സന്ധ്യാവന്തനം മുടക്കൂ എന്ന് പറഞ്ഞ് കുറെ പൊട്ടന്മാര് പുണൂലും പൊട്ടിച്ച് നടന്നു. വല്ലവരും നേരെ ചെയ്യുക. സന്ധ്യാവന്തനമൊക്കെ നിർത്തി ആരെങ്കിലും നേരെ ഒക്കെ അതപ്പതിച്ച് തറവാടടക്കം മുടിഞ്ഞു പോവുകയുണ്ടായിട്ടുള്ളൂ. കേട്ടാ മനസ്സിലാക്കാനുള്ള വിവരെങ്കിലും വേണ്ടേ? ഉണ്ടായില്ല. കംസന്റെ പരമ്പരക്കാർ ഇന്നുമുണ്ട്. ഈശ്വരാരാധനാ കാര്യങ്ങൾ മുടക്കാനായിട്ട്, ആചാരാനുഷ്ഠാനങ്ങൾ മുടക്കാനായിട്ട് കംസന്റെ പരമ്പരക്കാര് ഇന്നുമുണ്ട്. കൃഷ്ണന്റെ ഭക്തന്മാരൊരു ഭാഗത്തുണ്ട്, കംസന്റെ ഭക്തന്മാരൊരു ഭാഗത്തുണ്ട്. നല്ല കാര്യത്തിന് അപ്പുറത്ത് പകൽ എവിടെയുണ്ടോ അതേപോലെ എന്തുണ്ടാവും? രാത്രി ഉണ്ടാവും. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ രാത്രി നമ്മളെ ബാധിക്കാണ്ടിരിക്കാൻ എന്ത് കരുതിയാൽ മതി? ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി. കയ്യിലൊരു ടോർച്ച് കരുതിയാൽ മതി. ടോർച്ചിൽ ചാർജ് ഉണ്ടാവണം. പകൽ സമയത്ത് കറണ്ട് ഉള്ളപ്പോ ഈ സോളാർ അങ്ങനെയല്ലേ? സോളാർ ചെയ്യണത് എന്താ? സൂര്യപ്രകാശം ഉള്ളപ്പോ സൂര്യപ്രകാശത്തെ ശേഖരിച്ച് വെക്കണു. രാത്രി അത് ലൈറ്റ് ആയിട്ട് കിട്ടണു, നമുക്ക് തരണു. ഇതുപോലെ ചെറുപ്പകാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് എന്ത് വേണം? ഈശ്വരാരാധന ചെയ്ത്
സജ്ജനങ്ങളിൽ നിന്നും അറിവ് സമ്പാദിച്ച് ആ അറിവിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വയസ്സാവണ കാലത്ത് ആരോഗ്യത്തിനോ സമാധാനത്തിനോ ഒരു കുറവും ഉണ്ടാവില്ല. കാരണം അത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് നിന്നാമെന്ന് പറഞ്ഞത് ആരോഗ്യമുള്ളപ്പോൾ നാമം ജപിച്ച് ഭാഗവതം വായിച്ച് കൃഷ്ണകഥകൾ കേട്ട് പഠിച്ചു വെക്കണം. വലുതാവുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് കൈമാറും വേണം. ഇവിടെ ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പറഞ്ഞു അത്രേ കംസൻ. വല്ലാണ്ട് വിഷമിച്ചു ബ്രാഹ്മണർ. കാരണം ഞങ്ങൾക്ക് സന്ധ്യാവന്തനാദി കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്ത് ലോകത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുഷ്പാഞ്ജലി കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഷ്പാഞ്ജലി അകത്ത് കയറി ചെയ്യണത് രാവിലെ നേരത്തെ എണീറ്റ് മുങ്ങിക്കുളിച്ച് വന്ന് ആ ശ്രീകോവിലില് അല്ലേ നല്ല സുഖമായിട്ടിരിക്കാനുള്ള കസേരയും കുഷിനൊന്നും ഉണ്ടാവില്ല. ശ്രീകോവിലില് ഒരു അവണ പലകേ ഉണ്ടാവുള്ളൂ. നിലക്കോത്തൊക്കെ കരിങ്കല്ലാവും. അവിടെ ചമ്രം പണിഞ്ഞിരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലി പൂജ ചെയ്യണത് ഈ വഴിപാട് കഴിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നും വേണ്ട അത്ര. എന്താ പരോപകാരാദി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ കംസൻ പറഞ്ഞു. പശുക്കളെയൊക്കെ ദ്രോഹിക്കാൻ. പശുക്കളെ സംരക്ഷിച്ചാൽ ചാണകം, ഗോമൂത്രം, പാല്, തൈര്, നെയ്യ് ഇതൊക്കെ ലോകത്തിന് നന്മ ചെയ്യുന്ന വസ്തുക്കളാണ്. അതിനെയൊക്കെ ഇല്ലാണ്ടാക്കുക. പശുക്കളെയൊക്കെ ഇല്ലാണ്ടാക്കുക. ദക്ഷിണാകർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാന്ന ഒരു കർമ്മത്തിന്റെ ആ ഒരു ഫലം ആ ഒരു ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങുമ്പോഴാണ് ആ ഒരു കർമ്മത്തിന്റെ ഫലം പൂർത്തിയാവുക. കർമ്മത്തിന് ഫലം കിട്ടരുത് എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? തപോ യജ്ഞാസ ദക്ഷിണ, തപസ്, യജ്ഞം, ദക്ഷിണ ഇതൊക്കെ നിരോധിച്ചു ഇത്ര കംസന്റെ കാലത്ത്. നമുക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ അമ്പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മളെ. ആ അമ്പാടിയിൽ എന്താ ഉണ്ടായത്? ദേവകീദേവിയുടെ പുത്രനായിട്ടുള്ള കണ്ണൻ അമ്പാടിയിൽ എത്തി എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. കണ്ണനെ കണ്ടപ്പോ യശോദാദേവി പ്രസവിച്ച ഉണ്ണിയാണ് എന്ന് വിചാരിച്ചു. നന്ദസ്വാത്മജ ഉൽപ്പന്നേ ജാതാഹാദോ മഹാമന. നന്ദഗോപുരക്ക് ഉണ്ണി ഉണ്ടായി, യശോദാദേവി പ്രസവിച്ച ആൺകുട്ടി ഉണ്ടായി എന്നറിഞ്ഞ് നന്ദഗോപുര നേരെ കാളിന്തിയിൽ പോയിട്ട് കുളിച്ച്, തൊട്ടടുത്ത് തന്നെയാണ് നന്ദഭവനത്തിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കാളിന്തി. ആ കാളിന്തി തീരത്ത് പോയിട്ട് കാളിന്തിയിൽ പോയിട്ട് മുങ്ങിക്കുളിച്ച് പിതൃദേവാർച്ചനം, പിതൃക്കൾക്ക് ദേവന്മാർക്ക് ഒക്കെ തർപ്പണം ചെയ്തു അല്ലെ. വെള്ളത്തിൽ നദിയിൽ പോയിട്ട് എങ്ങനെയാ പൂജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയിലെ വെള്ളം എടുത്ത് നദിയിലേക്ക് തന്നെ ഒഴിക്കുക ചെയ്യുക. അപ്പൊ വിഗ്രഹത്തിലാണെങ്കിൽ അങ്ങനെയല്ല. ഒരു പാത്രത്തിൽ നിന്ന് പൂവെടുത്ത് വിഗ്രഹത്തിലേക്ക് വെക്കുക. പിന്നെ വിഗ്രഹത്തിൽ നിന്ന് പൂവെടുത്ത് ഇങ്ങനെ എടുക്കില്ല, വേറെ പൂ കൊടുത്തിട്ട് വിഗ്രഹത്തിലേക്ക്. ഇത് നദിയിൽ അങ്ങനെയല്ല. നദിയിലേക്ക് വെള്ളം ഒഴിക്കും, ആ വെള്ളം അങ്ങനെ ഒഴുകി പോകും, വീണ്ടും നദിയിൽ നിന്ന് വെള്ളം എടുത്ത് തർപ്പണം ചെയ്യുക. പിതൃക്കൾക്ക്, ദേവന്മാർക്ക്, ഋഷിമാർക്കൊക്കെ തർപ്പണം ചെയ്തു. ഇനി ഭവനത്തിലേക്ക് വന്നിട്ട് ഉണ്ണിയെ കാണാനല്ലാത്രേ പോണത്, ഓരോരുത്തർക്കും ദാനം കൊടുക്കുക. കാരണം തനിക്ക് ഉണ്ണി ഉണ്ടായതിലുള്ള സന്തോഷം. ഉണ്ണിയെ പോയി കണ്ടുവരൂ എന്ന് പറഞ്ഞു. കാരണം നന്ദഗോപർക്ക് ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടുകൊണ്ട് ഗോപന്മാർ ധാരാളം വന്നിട്ടുണ്ട്. അച്ഛൻ കണ്ടതിന് ശേഷമേ വേറൊരു പുരുഷൻ കുട്ടിയെ കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് മറ്റു പുരുഷന്മാരൊക്കെ അവിടെ നിൽക്കുകയാണ്. നന്ദഗോപര് കുളി കഴിഞ്ഞു വന്ന് ആ കണ്ണനെ കണ്ടതിന് ശേഷം ഗോപന്മാർ ഓരോരുത്തരും കാണാൻ തുടങ്ങി. ഓരോരുത്തരെയും ഗോപികമാര് പാലും വെണ്ണയൊക്കെ ആയിട്ടാണ് പറഞ്ഞേച്ചത്. പാലും വെണ്ണയൊക്കെ അവിടെ കൊണ്ടുപോയി ധാരാളം വെക്കണു. ഗോപന്മാരെന്ത് ചെയ്തു? പശുക്കളെ കുളിപ്പിക്കാൻ തുടങ്ങി, കാളകളെ കുളിപ്പിക്കാൻ തുടങ്ങി. ആ കാളകളെയും പശുക്കളെയും ഒക്കെ ഗോപന്മാര് എണ്ണ തേച്ച് കുളിപ്പിക്കുക അല്ലെ. വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമെന്ന് പറയും. എണ്ണ തേച്ച് കുളിക്കുക, തേച്ചുകുളി വിശേഷ. ഇത് നമുക്ക് മാത്രമല്ല അത്രേ പശുക്കൾക്കും ആവാന്ന. സൗന്ദര്യം ഉണ്ടാവാൻ എന്ത് ഉണ്ടായാൽ മതി? ആ എണ്ണയിൽ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടാൽ മതി. ഇത്രേ മഞ്ഞപ്പൊടി ഇട്ട് എണ്ണ തേച്ച് കുളിച്ചോളൂ. ഇവിടെ ഹരിദ്രാ തൈലരൂഷിത ഗാവോ വൃഷ വത്സതര ഹരിദ്രാ തൈലരൂഷിത എന്നാ പറഞ്ഞത്. പശുക്കുട്ടികളെയും കാളക്കുട്ടികളെയും ഒക്കെ ഹരിദ്രാ തൈലം, മഞ്ഞൾ ചേർത്ത എണ്ണ തേച്ച് കുളിപ്പിച്ചത്. കുട്ടിയാകുമ്പോൾ തന്നെ കുളിപ്പിച്ചോളൂ കേട്ടോ. കുട്ടിയാകുമ്പോൾ തന്നെ കുട്ടികളെ മഞ്ഞൾ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചാൽ മതി. ഇത്രേ വിചിത്ര ധാതു ബർഹസ്രക് വസ്ത്രകാഞ്ചനമാലിന. നല്ല നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു. ഇത്ര ആരെ? പശുക്കുട്ടികളെ. മാലകളൊക്കെ അണിയിച്ചു. അപ്പൊ നമ്മളെ കുട്ടികളെ അണിയിക്കാറില്ലേ? അതുപോലെ എനിക്കോ വലിയ വലിയ ആഭരണമൊന്നും കുട്ടിക്കാലത്ത് അണിയാൻ സാധിച്ചിട്ടില്ല. കുട്ടികളൊന്നും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അണിയിക്കുന്നില്ലേ? പശുക്കുട്ടികളെയും കാളക്കുട്ടികളെയും ഒക്കെ ചെയ്തു. ഇത്രേ ഗോപാസമായ യുവരാജൻ നാനോപാനേപാണയ. ഗോപന്മാര് ധാരാളം ഉപായനങ്ങൾ, സമ്മാനങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗോപികമാര് ഓടി വരുമ്പോ അവരുടെ മുടി അങ്ങനെ ഓടുമ്പോഴേ ആ മുടിയിൽ വെച്ചിരിക്കുന്ന പൂക്കളിൽ നിന്ന്, ആ മാലയിൽ നിന്നും പൂക്കളൊക്കെ താഴെ വീണ് ഇപ്പൊ നന്ദഗോപരുടെ ഭവനത്തിലേക്കുള്ള വഴി പൂക്കളെ കൊണ്ടൊരു പരവതാനി വിരിച്ചതുപോലെ നല്ല ഭംഗിയാണ്.
ആർക്കും വഴി ചോദിക്കേണ്ട നന്ദഗോപരുടെ ഭവനത്തിലേക്ക് എതിയെ പോവുകയാണ്. ഈ പൂക്കൾ വീണ് കിടക്കുന്നവരോട് പോയാൽ മതി. കുട്ടികൾ എന്ത് ചെയ്തു? അവിടെ കുട്ടികള് ഗോപാപരസ്പരം ഹൃഷ്ടാതിക്ഷീരകൃതാംഭുവി ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതേശ ചിക്ഷിപു. ഗോപന്മാര് അങ്ങടും ഇങ്ങടും കുട്ടികള് പാലും വെണ്ണയും അങ്ങടും ഇങ്ങടും ഒഴിച്ച് കളിക്കുകയാണ്. അത്ര കളിയാണ്. പാലെടുത്തിട്ട് ഒരു കുട്ടിയുടെ തലയിൽ ഒഴിക്കുക, തൈരെടുത്തിട്ട് വേറൊരു കുട്ടിയുടെ തലയിൽ ഒഴിക്കുക, വെണ്ണ എടുത്ത് ഒഴിക്കാൻ നോക്കുമ്പോൾ വെണ്ണ ഒഴിക്കാൻ പറ്റണില്ല, വെണ്ണ കുറച്ച് കട്ടിയല്ലേ, അത് കൈ കൊണ്ട് എടുത്തിട്ട് കുട്ടിയുടെ വായിൽ കൊടുക്കുക എന്നുള്ള ഭാവത്തിലാ ചെല്ലുക. അവൻ വായ പൊളിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ വായിലല്ല മുഖത്ത് ആകെ കൊണ്ട് തേക്കും. പക്ഷെ ആ കുട്ടിക്ക് വലിയ സന്തോഷമാകുന്ന, കാരണം കുറച്ച് കറുത്ത കുട്ടിയാ. ഈ വെണ്ണ മുഖത്ത് മുഴുവൻ തേച്ച സമയത്ത് നീ ആകെ വെളുത്തൂലോ എന്ന് പറയുക. ആ കുട്ടി സന്തോഷമായി. കറുത്തരേ നേരം കറുത്ത കുട്ടി, കറമ്പൻ എന്ന് വിളിച്ച കുട്ടിയെ ഇപ്പൊ നീ വെളുത്തു എന്ന് പറയുക അല്ലേ? നമ്മളെ ദോഷം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തിരിച്ച് ഗുണം പറയിപ്പിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? കൃഷ്ണനെ വന്ന് ആരാധിച്ചാൽ മതി, കൃഷ്ണനെ കാണാൻ വന്നാൽ മതി. ഗോപന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പൊടി കലക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കാൻ തുടങ്ങിയിത്രേ. നന്ദഗോപർക്കാണെങ്കിൽ എത്രയോ സന്തോഷം നിശ്ചയില്, വരുന്നവർക്ക് മുഴുവൻ പശുക്കളെ ആഭരണങ്ങളെയൊക്കെ കൊടുക്കുക. അപ്പോഴാണ് നന്ദഗോപർ മനസ്സിലാക്കിയത്, കുട്ടികളില്ലാത്ത തൻ്റെ ഈ ഒരു ഭവനത്തിൽ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാവാൻ കാരണം എന്താവോ പെട്ടെന്ന് ഒരു കാരണം? കുറേ കാലമായില്ലോ. അപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രോഹിണി ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. രോഹിണി ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് തൻ്റെ ഭവനത്തിലെ വിഷമങ്ങളൊക്കെ മാറിയത്, സന്താനഭാഗ്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കി രോഹിണിക്ക് കുറേ ആഭരണങ്ങൾ കൊണ്ടു കൊടുത്തു അത്രേ. രോഹിണീജ മഹാഭാഗ നന്ദഗോപാഭിനന്ദിത വിജര ദിവ്യവാസസ്ര കണ്ഠാഭരണഭൂഷിത. കണ്ഠാഭരണങ്ങൾ അല്ലേ, സ്വർണത്തിന്റെ മാലയൊക്കെ കൊണ്ടുപോയി ആ രോഹിണിക്ക് കൊടുത്തു, വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. രോഹിണിയുടെ ആ ഒരു സാന്നിധ്യമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഐശ്വര്യം വരുത്തിയത് എന്ന് പറയണു. അതെ, ഞാനൊന്ന് മധുരയിൽ പോയി വരാം, കംസന് നികുതി കൊടുത്തു വരാം എന്ന് പറഞ്ഞ് നന്ദ കംസസ്യ വാർഷിക്യം കരം ദാതും കുരുദ്വഹ. നന്ദഗോപർക്ക് കരം കൊടുക്കാനുള്ള സമയമായി കംസന്, ആ വാർഷിക നികുതി കൊടുക്കാനായിട്ട്. വാർഷിക്യം കരം എന്നാണ് അല്ലെ, ആനുവൽ ടാക്സ്. വാർഷിക നികുതി കൊടുക്കാൻ സമയമായപ്പോൾ ഗോപന്മാരെ രക്ഷയേൽപ്പിച്ച് പോയി ഇത്രേ. മധുരയിലെത്തി നന്ദഗോപര് വസുദേവരെ കണ്ടു. വസുദേവരുടെ കുട്ടികളൊക്കെ മരിച്ച സങ്കടത്തിൽ ഇങ്ങോട്ട് പങ്കുചേർന്നു. വസുദേവർ പറഞ്ഞു, എൻ്റെ സങ്കടമാണെങ്കിലും അങ്ങേക്ക് ഒരു ഉണ്ണി ഉണ്ടായില്ലോ, ആ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരണു എന്ന് പറഞ്ഞു. കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ കംസൻ കുട്ടികളെ കൊല്ലാനൊക്കെ ആളുകളെ പറഞ്ഞയക്കുന്നുണ്ട് എന്ന് ചെറുതായിട്ട് കേൾക്കാനുണ്ട്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആ വസുദേവരുടെ വാക്ക് കേട്ട് പരിഭ്രമിച്ച് നന്ദഗോപര് അമ്പാടിയിലെത്തിയപ്പോഴേക്കും അവിടെ ഏതൽ പൂതനാമോക്ഷം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ കൊല്ലാൻ വേണ്ടി കംസൻ പറഞ്ഞയച്ച ഓരോ ആളുകളിൽ ആദ്യത്തെ ആള് പൂതന ഭീകരരൂപിണിയാണ്. ഒരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയും കൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിലെ ചോര മുഴുവൻ വലിച്ചു കുടിക്കാൻ പറ്റും, അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള രാക്ഷസി രുധിരാശന, അങ്ങനെയുള്ള ആ പൂതന ഭഗവാന്റെ സന്നിധിയിലെത്തിയപ്പോ, അമ്പാടിയിലെത്തിയപ്പോ പൂതനയുടെ രൂപമൊക്കെ മാറി ഇത്രേ. ഭീകരമായ രൂപമൊക്കെ മാറിയിട്ട് നല്ല സുന്ദരിയായിട്ട് മാറിയെന്ന. കാരണം സുന്ദരനായിട്ടുള്ള കണ്ണനെ കാണാൻ പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങി തന്നെ പോകണം അല്ലെ. ഇന്നും ഗുരുവായൂർ പോണ ആൾക്കാർ ഏതെങ്കിലും പഴയൊരു ഡ്രസ്സ് ഇട്ട് കൊണ്ട് പോവുക, 10 തവണ കൊടുത്ത വേഷ്ടി കൊണ്ട് കൊടുത്തുകൊണ്ട് പോവില്ല. ഗുരുവായൂർ പോവുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ പുതിയത് തന്നെ എടുക്കാൻ നോക്കും, കോടി തന്നെ എടുക്കാൻ നോക്കും. നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് തന്നെയാണ് പോവുക. ആണുങ്ങളും അതെ, സുന്ദരന്മാരായിട്ട് നല്ല കസവിൻ്റെ മുണ്ടും കസവിൻ്റെ വേഷ്ടിയും ഒന്ന് വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി പിന്നെ കുത്തി വെച്ചു പോകും. ആരാ? ലോകൈക സുന്ദരനല്ലേ കാണാൻ പോണത്, അണിഞ്ഞ് തന്നെ ഒരുങ്ങി പോണ്ടേ. എത്ര സൗന്ദര്യം ഇല്ലാതെ തോന്നിയാലും എന്തെങ്കിലുമൊക്കെ അണിഞ്ഞൊരുങ്ങി പോകും. പൂതനയാണെങ്കിൽ മഹാരാക്ഷസിയാണ്. പൂതന എന്ത് ചെയ്തു? രൂപം മാറി ഏറ്റവും സുന്ദരിയായിട്ട് മാറി. കണ്ണനെ കാണാനായിട്ട് വരുന്ന ആളുകളുടെ ക്യൂവിൽ കയറി നിന്നു അത്ര, ഏറ്റവും പിന്നിൽ. ഇടയിൽ കയറാനൊന്നും പോയില്ല. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഇടയിൽ കയറിയിട്ട് ആദ്യം ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമോ നോക്കും. പൂതന അതൊന്നും ഇല്ല കേട്ടോ. കാരണം മഹാദുഷ്ടത്തിയാണെങ്കിലും ഭഗവാന്റെ സന്നിധിയിലെത്തിയപ്പോൾ ശാന്തമായിട്ട് മാറി, നല്ല സ്വഭാവമായിട്ട് മാറി. നമ്മൾ എവിടെ തിരക്കില്ലെങ്കിലും ഗുരുവായൂരപ്പെടുത്തുന്ന ചിലപ്പോൾ തിക്കി തിരക്കും, എനിക്ക് ആദ്യം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. പൂതന പിന്നിൽ പോയി നിന്നു. വരുന്നവരൊക്കെ വേണമെങ്കിൽ ആദ്യം പൊക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞ എല്ലാവരും മുമ്പിലേക്ക് കടത്തി വിട്ടു. ആ ഭഗവാന്റെ അടുത്തോട്ട് എത്തുമ്പോൾ പൂതന പോലും തൊഴുതുപോയി എന്ന് പറയുക. കാരണം ഇങ്ങനെയൊരു സൗന്ദര്യത്തിന്റെ ഇത്ര സൗന്ദര്യമുള്ളൊരു ഉണ്ണിയെ കണ്ടിട്ടില്ല. പൂതന ഒന്ന് കയ്യിലെടുത്തു അത്രേ. പൂതനൊന്ന് കയ്യിലെടുത്തപ്പോഴേക്കും യശോദ പറഞ്ഞു, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ യശോദ അങ്ങോട്ട് പോയി. കുറച്ചു നേരം ഇങ്ങനെ എടുത്തു നിന്നപ്പോൾ പൂതനയുടെ മനസ്സ് ആകെ എന്തൊരു ഭാഗ്യാണ്. ആരെയാ കയ്യിലെടുത്തത്? ഈ വാമനമൂർത്തിയെ തന്നെയാണ് കയ്യിലെടുത്തത്.
ഭഗവാന്റെ വാമനാവതാര കാലത്ത് വാമനമൂർത്തിയെ കയ്യിലെടുത്ത് ലാളിക്കണം എന്ന് ആഗ്രഹിച്ച മഹാബലിയുടെ മകള് രത്നമാലയാണ് ഇവിടെ പൂതനയായിട്ട് വന്നത്. വാമനമൂർത്തി അങ്ങനെ വരുന്ന സമയത്തേ ഓലക്കൊടയും പിടിച്ച് കമണ്ടലും പിടിച്ച് വരുന്ന കണ്ടപ്പോ ഈ കുട്ടിയെ ഒന്ന് അമ്മയെ പോലെ ലാളിക്കണം എന്ന് തോന്നിയിത്രേ. ഭഗവാൻ പറഞ്ഞു, ഈ വാമനമൂർത്തിയായിട്ട് ഇപ്പൊ 5 വയസ്സായി, 5 വയസ്സിൽ എടുക്കാൻ പറ്റുമോ? 5 വയസ്സുള്ള കുട്ടിയെ എടുത്ത് ലാളിക്കാൻ പറ്റുമോ? അതിന് കൃഷ്ണാവതാരത്തിൽ അവസരം തരാം എന്ന് പറഞ്ഞു അത്രേ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 3 അടി എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ അളന്നു വാങ്ങുന്നത് കണ്ടപ്പോ എന്തായാലും അസുരകുലത്തിലല്ലേ ജനിച്ചത്, ലേശൊരു രജോ ഗുണം ആ രത്നമാരുടെ ഉള്ളിൽ തോന്നിയിത്രേ. ഇവനൊക്കെ വിഷം കൊടുക്കുക വേണ്ടത് എന്ന് ചിന്തിച്ചു അത്രേ. ഭഗവാൻ പറഞ്ഞു, 2നും ഞാൻ അവസരം തരാം. പൂതനയായിട്ട് വന്നു, എടുത്ത് അമ്മയെ പോലെ ലാളിച്ചു, ആ അമ്മിഞ്ഞ വായിൽ വെച്ചു കൊടുത്തു. അമ്മയ്ക്കല്ലേ കയ്യിലെടുത്ത് അമ്മിഞ്ഞ വായിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. വിഷം കൊടുക്കണമെന്നും ആഗ്രഹിച്ചില്ലേ? ധരം ദത്വാപസദ്ഗതിയും സ്തനം ദത്വാപസദ്ഗതിയും 2ഉം കൊടുത്തു അത്രേ. അമ്മയെ പോലെ സ്തനവും വായിൽ വെച്ചു കൊടുത്തു, ആഗ്രഹിച്ചതുപോലെ വിഷവും വെച്ചു കൊടുത്തു. സ്തനത്തിൽ വിഷം പുരട്ടിയിട്ട് വെച്ചു കൊടുത്തു. ഭഗവാൻ ആ വിഷത്തെ സ്വീകരിച്ചു. ഭഗവാൻ എന്ത് വേണമെങ്കിലും സ്വീകരിക്കും. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് സ്വീകരിക്കും. ആ വിഷത്തെ സ്വീകരിച്ചു, അവളുടെ ജീവനെ പോലും സ്വീകരിച്ചു. എന്നെ കയ്യിലെടുത്താ പിന്നെ ഇനി രാക്ഷസിയായിട്ട് ജീവിക്കണ്ട, മുഞ്ച മുഞ്ച വിടു വിടു പറഞ്ഞപ്പോ ഞാൻ വിടുകയാണ്, നിന്നെ ഈ രാക്ഷസിയുടെ അസുരത്തിയുടെ ദേഹത്തിൽ നിന്നും വിടുകയാണ് എന്ന് പറഞ്ഞ് പൂതനയുടെ ജീവനെ അങ്ങോട്ട് വലിച്ചെടുത്തു. പൂതന വീടിന്റെ പുറത്തു പോയി ഭീകരമായ രൂപം സ്വീകരിച്ച് അട്ടഹസിച്ചുകൊണ്ട് അവിടെ വീണു അത്രേ. ആ പൂതനയുടെ ശരീരം ഇവിടെ നിശ്ചലമായി മാറി. അലർച്ച കേട്ട് വന്ന യശോദാദേവി കണ്ണനെ കാണാണ്ട് പരിഭ്രമിക്കണോ. ഗോപികമാര് പറഞ്ഞു, യശോദാമ്മ ഏതാ ഒരു രാക്ഷസി വന്നിട്ട് ഉണ്ണിക്കണ്ണൻ രാക്ഷസിയുടെ മാറിലാണുള്ളത്. ഗോപികമാര് കോണി എടുത്തു കൊണ്ടുവച്ച് രാക്ഷസിയുടെ ശരീരത്തിൽ ഓടിക്കേറി ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് വന്നു. ഈശ്വര, ആ ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം. ഉണ്ണി പേടിച്ചിട്ടുണ്ടാവും. പശുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ആ പശുവിന്റെ വാല് കൊണ്ടൊന്ന് ഒഴിഞ്ഞ് ഗോമൂത്രം കൊണ്ടൊന്ന് കുളിപ്പിച്ച് പശുവിനെ പ്രദക്ഷിണം ചെയ്യിച്ച് പശുവിന്റെ കാലിന്റെ അടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണനെ കൈമാറി. എല്ലാ പേടിയും മാറാൻ ആ സർവ്വദേവന്മാരുടെയും സാന്നിധ്യമുള്ള പശുവിന്റെ അടുത്ത് എത്തിച്ചാൽ മതി. പശുവിന്റെ അടുത്ത് എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം ആ ഒരു ഗോമാതാവിലുണ്ട്. അവിടെ നിന്ന് കൊണ്ടുപോയി അമിഞ്ഞപ്പാല് കൊടുക്കുമ്പോ യശോദ പറയുകയാണ്, കണ്ണാ ഉണ്ണി പേടിച്ചു. ഉണ്ണിയുടെ പേടി മാറാൻ വേണ്ടി അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞ് യശോദാദേവി പ്രാർത്ഥിക്കുകയാണ്. മൂലോക പാലകൻ പൈതൽ തന്നൂടെ മൗലിയെ പാലിച്ചു കൊള്ളേണമേ, ആനന്ദമൂർത്തി മുകുന്ദൻ വന്നെപ്പോഴും ആനനം പാലിച്ചു കൊള്ളേണമേ. ആ ഭഗവാന്റെ കേശാദിപാദം രക്ഷിക്കാനായി ആരെ ഏൽപ്പിക്കണോ? ഈ മടിയിൽ കിടക്കണ കേശവനെ തന്നെ ഏൽപ്പിക്കണോ? ഈ മടിയിൽ കിടക്കുന്ന ആളോട് തന്നെയാ പറയണത്. യശോദയ്ക്ക് അറിയുന്നില്ല താൻ ആരോടാണോ പ്രാർത്ഥിക്കണത്, ഈ പ്രാർത്ഥിക്കണ ഭഗവാനാണ് തന്നെ മടിയിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് കുടിക്കണത് എന്ന് യശോദ അറിയണില്ല. യശോദ തന്റെ കുട്ടീനെ വിചാരിക്കണുള്ളൂ. ബാലരക്ഷാ മന്ത്രം ചൊല്ലി പിന്നെയാണ് ഭഗവാന്റെ 28ാം പിറന്നാൾ ദിവസം കണ്ണനെ കുളിപ്പിച്ച് കിടത്തിയിടത്തേക്ക് ശകടാസുരൻ വണ്ടിയായിട്ട് വരണു. നടന്നു വന്നാൽ കുറെ വഴുകും എന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് വരിക. ആ വണ്ടി എത്തിയപ്പോ ഭഗവാന്റെ അടുത്തെത്തുമ്പോ അങ്ങോട്ട് ബ്രേക്ക് കിട്ടിയില്ല അത്രേ. ബ്രേക്ക് പോയി. ഭഗവാൻ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് അങ്ങനെ ബ്രേക്കിന്റെ ആവശ്യമില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ അടുത്ത് എത്തിയതിന് ശേഷം മതി നിൽക്കല്. ഭഗവാന്റെ അടുത്തങ്ങോട്ട് എത്തിയത് മാത്രമല്ല, ഭഗവാന്റെ കാലിൽ മേക്ക് ആ വണ്ടി അങ്ങോട്ട് കയറി ഇത്രേ. കുട്ടികളാകെ പേടിച്ചു. വണ്ടി വന്ന് ഭഗവാന്റെ കാലിൽ കയറി. ഭഗവാന്റെ കൽക്കൽക്കല്ലേ എല്ലാവരും എത്തണത്. ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ? ഈ മനുഷ്യ ശരീരം. ഈ ശരീരവും കൊണ്ട് ഈ ജീവനെ എവിടേക്ക് എത്തിക്കണം? ഭഗവാനിലേക്ക് എത്തിക്കണം. ഒരു നായയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നാമം ജപിച്ചുകൊണ്ടോ ഭാഗവതം കേട്ടുകൊണ്ടോ ഭഗവാനിലേക്ക് എത്താൻ പറ്റുമോ? ഒരു പൂച്ചയായിട്ട് ജനിച്ചാൽ പറ്റുമോ? ഒരു ഈച്ചയായിട്ട് ജനിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾക്ക് തന്നിരിക്കുന്ന വണ്ടിയാണ് ഈ ശരീരം. ഈ ശരീരം നേരാമണ്ണം ഓടിച്ചാൽ എവിടെ എത്തും? ഭഗവാന്റെ അടുത്തേക്ക് എത്തും. ഈ ശരീരം ഇല്ല വെച്ചാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അമ്പലത്തിലേക്ക് ശരീരം തളർന്നിരിക്കുക, വരാൻ പറ്റുമോ? അപ്പോൾ വണ്ടിക്ക് കേടുവന്നാൽ നേരെയാക്കണം. ഈ ശരീരം ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വണ്ടിയാണ്. ചില കാലിനൊക്കെ വയ്യായ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം ചികിത്സിച്ച് മാറ്റണം, എന്നാലേ പ്രദക്ഷിണം വെക്കാൻ പറ്റുള്ളൂ. വാമനമൂർത്തിയുടെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ, സപ്താഹത്തിന് എത്താൻ പറ്റുള്ളൂ. ചെവിക്ക് കേടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് നേരെയാക്കണം. എന്തിനാ? ഭാഗവതം കേൾക്കണമെങ്കിൽ. അല്ലേ? വണ്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം കേട് വന്നാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? നേരെയാക്കി സൂക്ഷിക്കണം. എന്നിട്ട് ഈ വണ്ടിയിൽ കയറി
എവിടേക്ക് പോകണം? ഭഗവാന്റെ അടുത്തേക്ക് പോകണം. ശകടാസുരൻ വണ്ടിയിൽ കയറി വന്നു. അത് അസുരബുദ്ധിയോടുകൂടി വന്നതുകൊണ്ട് ശകടാസുരൻ എന്ന് പറയണു. നമ്മുടെ ബുദ്ധി ഏതാച്ചാൽ അതിനനുസരിച്ച് പറയാം. ഭക്തിയാണെങ്കിൽ ഭക്തിയോടുകൂടി, മനുഷ്യബുദ്ധിയാണെങ്കിൽ മനുഷ്യനെന്ന് പറയാം. ചിലപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയും മൃഗങ്ങളുടെ സ്വഭാവവും കാണിക്കും. അപ്പോൾ ശരീരം മനുഷ്യന്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ശകടാസുരൻ അസുരഭാവത്തിലാ വന്നതെന്നുണ്ടെങ്കിലും ഭഗവാന്റെ പാദം ഒന്ന് തൊട്ടപ്പോഴേക്കും ആ വണ്ടി തകർന്ന് ശകടാസുരന് മുക്കുതി കിട്ടി. വണ്ടി തകർന്ന് വീണത് കണ്ട എല്ലാവരും ഓടി വന്നത്. കുട്ടികൾ പറഞ്ഞു കണ്ണന്റെ കാല് തട്ടിയിട്ടാണ് വണ്ടി തകർന്നതെന്ന്. ആരും അത് കേട്ട് വിശ്വസിച്ചില്ല. 28 ദിവസം പ്രായമുള്ള കുട്ടിയുടെ കാല് തട്ടിയിട്ട് വണ്ടി മറയി. എന്തായാലും ഭഗവാൻ ഒന്നും പറ്റിയില്ലല്ലോ, ആ ഉണ്ണിക്കൊന്നും പറ്റിയില്ലല്ലോ, ഭഗവാൻ രക്ഷിച്ചു എന്ന് കരുതി മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണൻ തൻ്റെ ശരീരത്തിൻ്റെ കനമൊന്ന് വലുതാക്കിയപ്പോൾ കാല് വേദനിക്കണമെന്ന് പറഞ്ഞു യശോദ കണ്ണനെ അവിടെ അകത്ത് കിടത്തി. യശോദയൊന്ന് പുറത്തേക്ക് പോയതാ. ആ സമയത്താണ് വാക്യാരൂപധരോ ശകടാസുരന് പിന്നാലെ തൃണാവർത്തൻ വന്ന് ആ കണ്ണനെ എടുത്തുകൊണ്ടുപോയി കൊടുങ്കാറ്റായിട്ട് കാറ്റായി വന്നൊരു മാറ്റാനെയും കൊന്നു. കാറ്റായിട്ട് വന്ന ഭഗവാന്റെ ഉള്ളിലേക്കുള്ള ആ അസുരന്റെ ഉള്ളിലേക്കുള്ള കാറ്റിന്റെ ഗതിയെ തടഞ്ഞു അത്രേ. എടുത്തങ്ങോട്ട് മേപ്പെട്ട് പോയപ്പോഴേക്കും അവന്റെ ഉള്ളിലേക്ക് കാറ്റ് പോണ വഴിയിലെ കഴുത്തങ്ങോട്ട് പിടിച്ചപ്പോഴേക്കും അവന്റെ ഉള്ളിലേക്കുള്ള കാറ്റിന്റെ ഗതി നിന്നു. ദൂരെ ഒരു പാറപ്പുറത്ത് മറഞ്ഞു വീണു തൃണാവർത്തൻ. ആ തൃണാവർത്തനന്റെ മാറിൽ നിന്നും കണ്ണനെ എടുത്തുകൊണ്ട് വന്നത് ഗോപന്മാരാണ്. കാരണം കുറച്ച് ദൂരെയായിരുന്നു. ഗോപന്മാര് കണ്ണനെ എടുത്തുകൊണ്ട് വന്ന് ഓരോ ആൾക്കാരും മാറി മാറി എടുക്കുകയാണ് അത്രേ. ഗോപബാലന്മാരാ മുത്തുമാലയുടെ നാടുക്കാടി ഗോപതിയായി മിന്നും കൃഷ്ണ കല്ലു വേണമോ. ആ ഗോപന്മാരുടെ കയ്യിൽ അങ്ങനെ മാറി മാറി കളിക്കുക ഭഗവാൻ. അങ്ങനെ നടന്ന് യശോദയുടെ കയ്യിൽ കൊടുത്തു. 2-3 അപകടങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ഭഗവാൻ രക്ഷപ്പെട്ടുല്ലോ. ഭഗവാൻ രക്ഷപ്പെടുന്നത് ആരെയാ? ഭഗവാനെ രക്ഷിക്കുകയല്ല ചെയ്യണത്. അവിടെയുള്ള ഗോപന്മാരെയും ഗോപികമാരെയും യശോദാദേവിയും ഒക്കെ പേടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക ചെയ്യണത്. തൻ്റെ ഉണ്ണിക്ക് വല്ലതും പറ്റിയാലോ എന്നുള്ള പേടിയല്ലേ നന്ദഗോപർക്കൊക്കെ. നമുക്കും നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പേടിയല്ലേ? പരീക്ഷയ്ക്ക് പോയാൽ മാർക്ക് കുറയൂ എന്നുള്ള പേടിയല്ലേ? അപ്പം നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? യശോദാദേവി കണ്ണനെ പ്രാർത്ഥിക്കേണ്ടത് പോലെ ആ കണ്ണനോട് പ്രാർത്ഥിച്ചോളൂ, കണ്ണനെ സ്നേഹിച്ചോളൂ. കണ്ണന്റെ കഥകള് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോളൂ. ഇന്നിപ്പോൾ സ്കൂൾ ഒഴിവാക്കിയാലും വേണ്ടില്ല, കണ്ണന്റെ കഥകൾ ഇരുത്തി കേൾപ്പിക്കുക. സ്കൂളിൽ പോയാൽ അത്ര വലിയ കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. പരമാവധി ഇന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിന് എത്ര മാർക്ക് കിട്ടും? കൂടി ഒരു 10 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയി വിചാരിച്ചിട്ട് 100 മാർക്ക് കിട്ടുമോ? ഒന്നുമില്ല. പനിക്ക് വേണ്ടിയും തലവേദനയ്ക്ക് വേണ്ടിയിട്ടും കല്യാണത്തിന് വേണ്ടിയിട്ടും ലീവ് എടുക്കണില്ലേ? കൃഷ്ണകഥകൾ കേൾക്കാൻ വേണ്ടി ലീവ് എടുക്കൂ. ഞാനെങ്കിലും പറയാം, സപ്താഹത്തിന്റെ 5-ാം ദിവസം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കരുത്. കൃഷ്ണകഥകൾ അവരെ കേൾപ്പിക്കുക. ആ കൃഷ്ണകഥകൾ തുടർന്നും കേൾക്കാം. ഇപ്പോൾ ഇടവേളയാവാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ